ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഔട്ടിങ്ങും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ചക്ക. അപ്പോൾ കുറേ നാളായി ചക്കയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചക്കപ്പുഴുക്കും കഞ്ഞിയും ആക്കിയാലോ എന്ന് വിചാരിക്കണം. ഞങ്ങൾക്കില്ലേ ഇവിടെ ചക്കയും കഞ്ഞിയും ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു കോമ്പിനേഷനാണല്ലോ, ഒരു നോസ്റ്റു ആണല്ലോ. അപ്പോൾ ഹസ്സും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എന്നെ കൂടെ തന്നെ എന്തായാലും ഇതൊക്കെ ചെയ്തിട്ടൊന്നും പുറത്തു പോലൊന്നും നടക്കില്ല. അപ്പോൾ ചക്ക ഒരുക്കലും ചക്ക മുറിക്കലും ഒക്കെ നമുക്ക് അത്ര വശമില്ല പണിയല്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇന്നതേ ചക്കയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കുവാണ്. നല്ല അടിപൊളി ചക്കയാണ്, വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു. കറക്റ്റ് മൂപ്പ്, നമുക്ക് പുഴുക്കിനുള്ള കറക്റ്റ് മൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ചെറിയൊരു കാറ്റും കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട് കുറച്ച് താനൊക്കെ പറഞ്ഞ് ഇത്തിരി സമയം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഒരു കഷ്ണം ഇതേ അയൽവക്കത്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെ ഡൊണേറ്റ് ചെയ്യുമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു രീതി. അപ്പോൾ ചക്കയൊക്കെ ഒരുക്കിയെടുത്ത് ഇതുപോലെ ഓരോന്നോരോന്നാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അരിയിലൊക്കെ അവിടെ ഫാനിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണ് അരിയിലൊക്കെ. അപ്പോൾ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇരുന്നിട്ടൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അരിഞ്ഞെല്ലാം എടുത്തതിന് ശേഷം ഇതേ നമ്മുടെ ചക്ക കുക്കറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ നീളത്തിലാണ് കേട്ടോ അരിയ ചക്കയും ചക്കക്കുരും ഒക്കെ. പിന്നെ മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നിതുപോലെ കുലുക്കിയെടുക്കും. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഒരു വിസിൽ, ഒറ്റ വിസിലുകൊണ്ട് നമ്മൾ ചക്ക റെഡിയാവും. അപ്പോൾ ചക്കപ്പുഴുപ്പിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കൊക്കെ ആയപ്പോൾ ഇതേ മുറ്റത്ത് നിറച്ചും പ്ലാവില വീണ് കിടപ്പുണ്ട്. പ്ലാവ് നമ്മുടേതല്ലെങ്കിലും ഇല നമ്മുടേതാണ് കേട്ടോ. ഇല നമ്മുടെ വിളമ്പിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇതേ ഇലയൊക്കെ എടുത്ത് വന്നിട്ട് ഇന്ന് നമുക്ക് പ്ലാവില കൂട്ടി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്ലാവില വെച്ചിട്ട് സ്പൂൺ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതൊരു നോസ്റ്റുമാണല്ലോ. പിന്നെ നമ്മുടെ ചുട്ട പപ്പടവും ചക്കയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഒരു നോസ്റ്റു കഞ്ഞിയുടിയാണ് കേട്ടോ ഇന്നുള്ളത്. അപ്പം ഞാനത് അവനെയും കൂടെ വിളിക്കുവാണ്, വാ ഇങ്ങനെ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് ഇച്ചിരി ഒരു ജാടയായിരുന്നു, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കഴിക്കുന്നത് കണ്ടപ്പം പതുക്കെ അവനും കൂടെ വന്നിട്ടുണ്ട്. കഞ്ഞി കുടിക്കാം. ഉപ്പാണ് വായിലിട്ടത്, അങ്ങനെയല്ലടാ, ഇത് ഇളക്കണം നല്ലോണം ഇങ്ങനെ. അയ്യോ ചെറുക്കനെ വായിലോട്ട് കഞ്ഞി കുടിക്കുന്നവർക്ക്. പ്ലാവില തിന്നോ? അതെങ്ങനെ കയ്യിനെ കൊണ്ടെടുക്കാം? അപ്പോൾ കുറച്ച് സമയം അവൻ കഞ്ഞി കുടിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് കൈ വേദനിക്കുമെന്ന് പറഞ്ഞ്. കാരണം നമ്മുടെ മറ്റേ സ്പൂണിനോട് കുടിക്കുന്ന പോലെയല്ലോ, ഇച്ചിരി റിസ്ക് ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ച കഞ്ഞിയിലോട്ട് ഈ ഒരു ചക്കപ്പുഴുക്കും പിന്നെ അച്ചാറും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്തിൽ 2 മുളകൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലില്ലേ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയെക്കാളും കൂടുതൽ ഇഷ്ടം കഞ്ഞിയാണെന്ന് തന്നെ പറയാം. പണ്ടൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം കഞ്ഞി എന്നുള്ള വാക്കാണ് കേട്ടോ. ഞങ്ങൾ കണ്ട് കുടുംബശ്രീയിലുണ്ടായിരുന്നേ എറണാകുളത്ത് താമസിക്കുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ ഞാൻ പോകുമ്പോൾ എനിക്ക് സെൻഡ് ഓഫ് തന്നിരുന്നു. അപ്പം അവർ ചോദിച്ചാൽ സെൻഡ് ഓഫിന് എന്താ നിനക്ക് വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി എന്നാണ് എൻ്റെ സെൻഡ് ഓഫ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അവരോട് പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ എവിടെയല്ല, ഫോട്ടോ വെച്ചിൽ. നമ്മൾ എറണാകുളത്തുകാർക്ക് ഇപ്പം എന്ന് പറയുന്നത് പോവാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 സ്ഥലങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാകുമ്പോൾ പെട്ടെന്ന് പോയി വരാം, വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പോയി വരാം. അപ്പം അവിടെ പോയിട്ട് കുറേ നാളായി പോയിട്ട് കേട്ടോ. ഇപ്പം കുറച്ച് അധികം നാളായി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോയപ്പോൾ നല്ല വെയിലായിരുന്നു, നല്ല അടിപൊളി വെയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് പോകാൻ പാടില്ല, എന്നാലും സമയത്തിൻ്റെ എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയത് മെയിൻ ഉദ്ദേശം ഉച്ചക്ക് കഞ്ഞിയും കുടിച്ച് വൈകുന്നേരം നല്ല ലാവിഷായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്നാണ്. അപ്പം ഞാനും പിള്ളേരും ചേട്ടനും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം തുടക്കം ഇട്ടത് കരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആകെ വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് വന്നതായിരുന്നു. എൻ്റെ പേഴ്സിലിട്ടായിരുന്നു എനിക്കൊന്നുമില്ലേ, നത്തിങ് ഇൻസൈഡ്. कुछ भी नहीं है।
കരിക്കിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഇതിൻ്റെ ഉള്ളത്തിൽ ഈ ഫ്ലഷ് കഴിക്കാനാണ് കേട്ടോ. അത് ഹാർഡല്ലാതെ ഇതുപോലെ സോഫ്റ്റായി കിടക്കുന്ന ഫ്ലഷ് ഇല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം കരിക്ക് ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. കാരണം ബാക്കിയുള്ള കുറേ സാധനങ്ങൾ കഴിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം വെയിലില്ലാത്തടത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി കുറച്ച് സമയം കടൽക്കാഴ്ചയൊക്കെ കണ്ടിട്ടോ. എന്നാലും നമ്മുടെ ബീച്ചൊക്കെ അപ്പടി വൃത്തികേടായി കിടക്കുവാണ്. അത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും തോന്നുന്നില്ല. ഇനി അടുത്തത് ഇത് ഉപ്പ് മാങ്ങയാണ് കേട്ടോ. ഉപ്പ് മുളകൊക്കെ പരിക്കാൻ മാങ്ങയില്ലേ, ആ മാങ്ങ. ഈ ഫോട്ടോ വെച്ച് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലില്ലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമോ, അതുമില്ല. എന്നാലും എന്ന് പറയുന്നത് പിള്ളേരല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, നടത്തി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേ കുറച്ച് സമയം അവിടെ നിന്ന് പിള്ളേരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കടൽക്കാഴ്ചയൊക്കെ കണ്ട് ഇനി അടുത്തത് എന്ത് കഴിക്കാമെന്നാണ് ഞങ്ങളുടെ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കഴിക്കലിതേ പാനിപൂരിയാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രം കഴിക്കുന്ന സാധനമാണ് കേട്ടോ. പാനിപൂരി ചില സ്ഥലത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചില സ്ഥലത്ത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളത് കഴിക്കുവാണ്. അപ്പം ഞാനും അവളും ഒക്കെ ആയിട്ട് ഒരു ഇത് മേടിച്ചുള്ളൂ കേട്ടോ. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുവാണ്. കാരണം കൂടുതലായിട്ടൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനും കൊള്ളത്തില്ലല്ലോ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിതേ മീനൊക്കെ നോക്കാനായിട്ട് പോയിട്ടോ. ഒത്തിരി മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ കല്ലുമക്കല്ല, ഓയിസ്റ്റർ ഉള്ളത്. ആ ഓയിസ്റ്റർ പിന്നെ അത് കഴിഞ്ഞ് ഒരു കുലുക്കിയൊക്കെ കുടിച്ച് പിന്നെയും കുറച്ച് സമയം അതിലൂടെയൊക്കെ നടന്നു കേട്ടോ. അവിടെ നടക്കാൻ ഒത്തിരി സ്ഥലമുള്ളത് നന്നായി. എവിടെയും പോയി ഇരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നടക്കൽ തന്നെ പരിപാടി. അപ്പോൾ ചീനവലയൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് മുന്നേ വന്നതുകൊണ്ട് അവന് വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ അവിടെ ഇല്ലേ ഇതുപോലെ കമ്മലുകൾ വിൽക്കുന്നുണ്ട്. 3 എണ്ണം 100 രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 3 കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ വെയറായ കമ്മലുകളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. സിമ്പിളായിട്ടുള്ളത് കുറവാണ്. എന്നാലും ഒത്തിരി കടകളുണ്ടായിരുന്നു. ഒത്തിരി കടകളെന്ന് വെച്ചാൽ ഒത്തിരി കടകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വില പേശി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും. മെയിനായിട്ട് ടൂറിസ്റ്റുകളെയൊക്കെ നോക്കിയിട്ട് വെച്ചേക്കുന്ന കടയാണ്, നാട്ടുകാരെ നോക്കിയിട്ടല്ല. അത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞപ്പം പിള്ളേരെയും കൊണ്ടൊന്നും ഇതേ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി സമയം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് മുഴുവനായിട്ട് നനയരുതെന്ന് ഓൺ ചെയ്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം അവനെന്താ പാൻറ്റൊക്കെ കയറ്റി വെച്ച് ഒന്ന് കുറച്ച് സമയം. അവനാണെങ്കിൽ തീരെ പേടിയില്ല കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവനങ്ങ് ഭ്രാന്താണ്. അപ്പം തീരെ പേടിയില്ലാത്തതുകൊണ്ട് അവനങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവളെ മോളിതേ നോക്കി നിൽപ്പുണ്ട്. അവളങ്ങനെ ഇറങ്ങി പോകത്തില്ല. അപ്പം രണ്ടുപേരും കൂടെ കളിക്കുവാണ്. അപ്പം ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞില്ല, ശരിക്കും പറഞ്ഞാൽ കഴിയാറായായിരുന്നു. അപ്പം സൺസെറ്റിൻ്റെ സമയം വരെ നമ്മൾ നിന്നില്ല കേട്ടോ. അതിന് മുന്നേ പോകുന്നു തന്നെ പറയാം. എന്നിട്ട് ഇവിടെ തിരിച്ച് കയറി വന്നിട്ട് അപ്പടി മണലായിരുന്നു. പിന്നെ ഒരു ടോയ്ലറ്റ് ഇല്ല കേട്ടോ. അത് മെയിൻ പ്രശ്നമാണ്. ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പുകളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. ഈ ബീച്ചിൻ്റെയൊക്കെ അങ്ങേ തലക്കൊക്കെയാണ് ടോയ്ലറ്റൊക്കെ ഉള്ളത്. പിന്നെ അവർക്ക് ഇതിൻ്റെ പേരെന്താണാവോ, പൊട്ടറ്റോ, ഇങ്ങനെ സ്പ്രിങ് പൊട്ടറ്റോ, റിങ് പൊട്ടറ്റോ, അങ്ങനെ എന്താണ്ടല്ലോ പേര്. പിന്നെ അവിടെ എന്തൊക്കെയോ ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു തിരിച്ച് വരുമ്പം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. കുറേ നാളിന് കൂടെ പോയതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ കറക്കവും പിന്നെ നമ്മുടെ പുഴുക്കിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.